നമസ്കാരം. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ ആരോപണങ്ങളുടെയും കേസിന്റെയും പശ്ചാത്തലത്തിൽ മുകേഷ് എം.എൽ.എ സ്ഥാനം രാജിവെക്കണമെന്ന ആനി രാജയുടെ നിലപാട് തള്ളി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തിയിരിക്കുകയാണ്. കേരളത്തിലെ വിഷയങ്ങളിൽ നിലപാട് പറയേണ്ടത് സംസ്ഥാന നേതൃത്വമാണെന്ന് അദ്ദേഹം പറയുകയുമുണ്ടായി. CPI തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്. CPIക്ക് ഒറ്റ നിലപാട് മാത്രമാണുള്ളത്. CPIയും CPMനെയും തമ്മിൽ തെറ്റിക്കാൻ ആരും നോക്കേണ്ട. തർക്കം എന്ന വ്യാമോഹം ആർക്കും വേണ്ട. മാധ്യമങ്ങൾ എഴുതാപ്പുറം വായിക്കേണ്ട ആവശ്യവുമില്ല. ഇനിയൊരു പുതിയ നിലപാട് CPIക്ക് വ്യക്തമാക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുകേഷിന്റെ രാജിയെക്കുറിച്ചുള്ള തർക്കങ്ങൾക്ക് പിന്നാലെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ CPI കലാപക്കൊടിയാണ് ഇപ്പോൾ നടപാടിക്കൊണ്ടിരിക്കുന്നത്. ബിനോയ് വിശ്വത്തിനെതിരെ സംഘടിതമായ വിയോജിപ്പിനുള്ള തെളിവായിരുന്നു നേതാക്കളുടെ ഈ പരസ്യ പ്രതികരണങ്ങൾ. മുകേഷിന്റെ കാര്യത്തിൽ മയപ്പെടുത്തിയ പ്രതികരണം എന്ന മുന്നണി ധാരണയിൽ നിന്ന് പോലും ബിനോയ് വിശ്വത്തിന് ഇതോടെ പിൻവാങ്ങേണ്ടി വന്നു. മുന്നണിയിലെ ഘടകകക്ഷി എന്ന നിലയിൽ അനൌദ്യോഗിക ധാരണയുടെ അടിസ്ഥാനത്തിൽ രാജിക്കാര്യത്തിൽ നിലപാട് പറഞ്ഞ ബിനോയ് വിശ്വത്തിന് പരസ്യമായാണ് ആനി രാജയും പ്രകാശ് ബാബുവും തിരുത്തിയത്. മുകേഷ് പ്രശ്നം ചർച്ച ചെയ്യാൻ ചേർന്ന അടിയന്തര എക്സിക്യൂട്ടീവ് യോഗത്തിലും ബിനോയ് വിശ്വത്തിന്റെ നിലപാടിന് പിന്തുണ കിട്ടിയിട്ടില്ല. നിർണായക വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി നിലപാട് പറയും മുമ്പ് പതിവ് തെറ്റിച്ച് പരസ്യ നിലപാടുമായി നേതാക്കൾ എത്തിയത് അടക്കം സാഹചര്യം വരും ദിവസങ്ങളിലും പാർട്ടിക്ക് അകത്തും പുറത്തും ചർച്ചയാകും. ബിനോയ് വിഷയത്തിനെതിരായ പടപ്പുറപ്പാട് വരാനിരിക്കുന്ന പാർട്ടി സമ്മേളനങ്ങളിലും നിർണായകമാകും.